ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇനി ഇപ്പോൾ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തട്ടിയൊപ്പിച്ച് ഉണ്ടാക്കും. അപ്പോൾ കാര്യമായിട്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ ഇല്ല. ഇനി അതാണ് കേട്ടോ ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബീഫ് കറിയും അതേപോലെ തന്നെ നൂൽപുട്ടുമാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിസിലിട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ വിസിലിട്ട് കൊടുത്തിട്ടുണ്ടേനും. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വെള്ളം ചീറ്റി വരും. അപ്പോൾ ഇതായി ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാള ആണെങ്കിൽ 2 സവാള എടുത്താൽ മതി കേട്ടോ. സവാള തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതാ വേഗം ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സവാള വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, എന്നാലുള്ള ടേസ്റ്റ് കൂടുതലുണ്ടാവല്ലേ. അപ്പോൾ എന്നും ചിലപ്പോൾ നമുക്ക് ചിക്കനും ബീഫൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കനും ബീഫൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് മുട്ട വെച്ചിട്ടാണ് നമ്മൾ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. ബീഫ് കുറച്ചുള്ളൂ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ പറഞ്ഞാൽ പെലച്ചക്ക് നമുക്ക് ചോറ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ 2 കഷ്ണം അതിന് എടുത്തിട്ട് തന്നെ പൊരിക്കും ചെയ്യും കേട്ടോ. സവാള വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു, വഴറ്റിയെടുത്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വഴന്ന് വരട്ടെ കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനേ കുറച്ച് മാവ് വേണം കേട്ടോ. അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയ്ക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലില്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പാല് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ സ്നാക്സ്. അപ്പോൾ 3/4 കപ്പ് പാല് ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മൈദൻ്റെ ആ ഒരു മാവൊക്കെ ചിലപ്പോൾ മിക്സിൻ്റെ ബ്ലേഡുമ്മൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആദ്യം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടി, എന്നിട്ട് മൈദ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ നമ്മളെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. സവാള ഞാൻ ചെറിയ തീയിലിട്ട് വെച്ചതേനി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അടിക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ മസാലപ്പൊടികൾ തന്നെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം പൊടിച്ചതും, അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പൊടികളെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനേ ഓയിലൊന്നും അധികം വേണ്ട കേട്ടോ. നമ്മൾ ചട്ടിയിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പം എണ്ണയിൽ മുക്കി പൊരിക്കണ പലഹാരങ്ങളാണല്ലോ അധികം ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ഒരുപാട് വേണം, എണ്ണ കഴിക്കണതും നല്ലതല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയായപ്പോൾ പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 മുട്ട പുഴുങ്ങിയെടുത്തിന് 3 മുട്ട ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്നിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതാ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി മസാല ഉണ്ടാക്കി വെച്ചിനല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ആവണ രീതിയിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പലഹാരം അധികം പേരും ഉണ്ടാക്കുന്നത് തന്നെ ആവും, എന്നാലും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കാണിക്കാണ് കേട്ടോ. പിന്നെ വേറെ റെസിപ്പിയൊന്നും ഇപ്പോൾ കാണിക്കാനില്ലേനും. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി മസാലയൊക്കെ ഞാൻ എല്ലാ ഭാഗത്തു കൂടെ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി മുട്ട പുഴുങ്ങിയത് ചേർക്കണതിന് പകരം ബീഫോ ചിക്കനോ ഒക്കെ വേവിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബീഫ് പോള അതേപോലെ ചിക്കൻ പോളയൊക്കെ ആവും. ഇതിപ്പോൾ നമ്മൾ എഗ്ഗ് പോളയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് പേര്. നമ്മളിപ്പോൾ എഗ്ഗല്ലേ ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ഇതാ ഇതേപോലെ ചുറ്റും ഇങ്ങനെ മേലെ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളിപ്പോൾ മുട്ട അങ്ങനെ വെച്ച് കൊടുത്തല്ലോ, അത് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം വെന്ത് വരുമ്പോഴേ ആ ഒരു മുട്ട ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് പൊങ്ങി കിടക്കും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മാവിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. നല്ലോണം മുങ്ങിപ്പോയാൽ മുട്ടയും മുട്ടൻ്റെ കുഞ്ചിയൊന്നും കാണൂല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അടപ്പും ഒരു ഹോൾസ് ഉണ്ടല്ലോ, ആ ഒരു ഹോൾസ് കുറച്ച് മൈദ വെച്ചിട്ട് ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകുന്നൊക്കെ ഉള്ള പേടിയുള്ള ആൾക്കാർക്ക് അടിയിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഈ സ്നാക്സ് വെക്കണ ആ ഒരു പാൻ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അടിയിൽ പാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ, നമ്മൾ സാധാരണ അടുപ്പത്ത് തന്നെ ഡയറക്റ്റായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാട്ടോ. അപ്പോൾ ആ മേലെ ഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കൈ കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അടിയിൽ പിടിച്ചിക്കണോന്നൊരു പേടിയാണല്ലോ നമുക്ക്. അപ്പോൾ എന്തായാലും അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു താഴെ ഭാഗം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ടിക്കണം കേട്ടോ, ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു പാനിൽ തന്നെ നമ്മളെ സ്നാക്സ് ഇട്ട് കൊടുത്തിക്കണം. ഇനി നമുക്ക് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ആ ഒരു മേലെ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയും ചെയ്യും. എണ്ണ അധികം വേണ്ട, കുറച്ച് ഓയിൽ നമ്മൾ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുത്തിട്ടുള്ളതിന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പറഞ്ഞ അളവിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 8 ആൾക്ക് കഴിക്കാൻ ഉള്ള ഒരു സ്നാക്സ് ഉണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ പീസാക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ 8 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ. ഉണ്ടാക്കാനും എളുപ്പമാണ്, എണ്ണ അധികം വേണ്ട. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നൂൽപുട്ടാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ സ്നാക്സൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ സ്നാക്സ് നമ്മൾ ഉണ്ടാക്കണേന്ന് ഓർക്കും കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്താണ്ട് നമ്മൾ ഐഫക്കുട്ടിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു ഓർക്കുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ ഈ മധുരമുള്ള സ്നാക്സിനോട് വലിയ താല്പര്യമല്ല, ഒക്കെ എരിവുള്ള സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരത്തിനോട് നമുക്ക് വലിയൊരു താല്പര്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എഗ്ഗ് പോളൊക്കെ റെഡിയായി, അതൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നൂൽപുട്ടും ഇതിൻ്റെ ഇടയിൽ ചൂടുന്നുണ്ടായിന് കേട്ടോ. നൂൽപുട്ടൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കണത് കാണിക്കണമല്ല, അതുകൊണ്ട് അങ്ങനെ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നൂൽപുട്ട് ചൂടലും കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും വീഡിയോ ഇടാഞ്ഞത് ഇതാണ് കേട്ടോ, കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ചിലപ്പോൾ പത്തിരിയും അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും കാണിക്കണത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആണ് ഇന്നലെ വീഡിയോ ഇടാവുന്നത്. അപ്പോൾ എന്തായാലും നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിരുന്നല്ലോ, അതിന് കുറച്ച് ബീഫ് എടുത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പെലച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ബാക്കിയുള്ളേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുകൊണ്ട് തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് ഒരു കറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട്ടിലത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നുമില്ല, ടാങ്ക് കലക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സും ഇതന്നെയാണ് കേട്ടോ ഒന്ന് നോമ്പ് തുറക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ.